നോക്കിക്കൊണ്ടിരിക്കുക. കണ്ട ഊട് വഴി കൂടെ കൊണ്ടുപോയി വണ്ടിയും കംപ്ലൈന്റ് ആയി. എന്താവോ ഓനെ വണ്ടി കയറ്റിപ്പോ തുടങ്ങിയ പ്രശ്നങ്ങളാ. റെഡി റെഡിയാ. അവൻ എന്നെടുക്കുക അകത്ത് കുന്തം പിടിങ്ങോലെ ഇരിക്കൊണ്ട്. വലിയ പ്രവാചകനാ. ഈ മഴ പെയ്യുന്നതും പട്ടി കുറുകെ കിടന്നതും ആളെ തട്ടുന്നതൊക്കെ പ്രവചിക്കാം. ഈ നിസാനം ഡീസൽ പോയി പൊട്ടുന്ന കാര്യം ആ ടൗണിലെങ്ങാനും വെച്ച് പറഞ്ഞിരുന്നെങ്കിലേ നമുക്ക് എന്ത് എളുപ്പമായിരുന്നു. കളിയാക്കണ്ട ആശാനെ, ഹൈ റേഞ്ച് തുടങ്ങാൻ പോയി. നമുക്ക് നല്ലോണം ശ്രദ്ധിച്ചങ്ങ് പോവാം. എൻ്റെ കർത്താവേ, അവൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആരാണോ ഇന്ന് ഊട് വയ്ക്കാൻ പോകുന്നത്? വാ. ലേഡീസ്, അപ്പൊ അങ്ങനെ ഒരു ഹെക്ടിക് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞല്ലേ? ഹൗ അബൌട്ട് എ നാടൻ ചായ ഫ്രം എ നാടൻ കട? സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടമില്ലാത്ത ആൾക്ക് പെട്ടെന്ന് എന്തെറ്റി? എനിത്തിങ് ഈസ് ഗുഡ് ഫോർ എ ചേഞ്ച്. യാ, സോ ലെറ്റ്സ് ഹാവ് എ നാടൻ ചായ. വണ്ടി കുറച്ച് കയറ്റിട്ട് സാറേ. തടിയേറ്റ ലോറി ഒരുപാട് പേരുടെ സ്ഥലവാ. മാർക്കാടി ഒരു നോട്ടമില്ല. അത്യാവശ്യം സ്ഥലമുണ്ട് ചേട്ടാ, കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുടിക്കാൻ എന്താ ഉള്ളത്? ചായ ഉണ്ട്, കാപ്പിയുണ്ട്, പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് സാറേ. എനിക്ക് എന്തായാലും ഒരു ചായ. അപ്പൊ 2 ചായ, എനിക്ക് സ്ട്രോങ്. ആയിക്കോട്ടെ. മോക്ക് എന്താ വേണ്ടേ? എനിക്കൊരു ബൂസ്റ്റ് മതി. ബൂസ്റ്റ് ഉണ്ടോ ചേട്ടാ? ബൂസ്റ്റ് ഉണ്ട്. പിന്നെ ബൂസ്റ്റ്. അപ്പൊ ഒരു ബൂസ്റ്റ് തന്നെ. നൈസ് പ്ലേസ്, നോ? നമുക്ക് അവിടെ പോയി ഒരു പിക്ചർ എടുത്താലോ? ഇപ്പോഴോ? വാ. ചേട്ടാ, ഞങ്ങൾ മേളിൽ കാണും. ചായ അവിടെ തരുമോ? ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. എങ്ങനെയുണ്ട് ഇവിടെ? സ്ഥലം ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. ലെറ്റ്സ് ടേക്ക് എ സെൽഫി. ഡാഡി മമ്മി നിക്ക്, ഞാൻ എടുക്കാം. ഓക്കേ. ഓക്കേ. ചിരിച്ചേ, മോളെ ചിരിച്ചേ. This side, no? നല്ലപോലെ ചിരിക്കണി. നൈസ്. നൈസ്. സാറേ, ദാ മോൾക്ക് ബൂസ്റ്റ്. താങ്ക് യു. ബുദ്ധിമുട്ടായോ? കോഫി. സാറേ ഇവിടെ ആദ്യമായിട്ടാണോ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ആണല്ലേ? ഇവർക്ക് ഈ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കാം. അതെ, 8:30 മണി കഴിഞ്ഞാലേ കോടമഞ്ഞിറങ്ങും. ഡ്രൈവ് ചെയ്യാൻ പ്രയാസാ. അതിനൊക്കെ മുമ്പ് പോകും. ലീവ്സ് ഉള്ള ക്യാരറ്റ് ഉണ്ടോ? പിന്നെന്താ, ഇഷ്ടംപോലെ തരല്ലോ. മക്കള് വാ. ഇതൊന്ന് പിടിക്കോ? താങ്ക് യു. കാറിലോട്ട് വെച്ചോ. അവള് വെച്ചോളും. മോള് വാങ്ങിച്ചോ. വാ. എത്ര ക്യാരറ്റ് വേണം? കുറച്ച്. സൂക്ഷിച്ചിടണം കേട്ടാ. മഹേഷ്, എന്ത് പറ്റി? ഇവിടെ വന്നപ്പോ മുതൽ നല്ല ലോസ്റ്റ് ആണല്ലോ. അതല്ല, മുമ്പ് ഇതേ സ്പോട്ടിൽ വന്നിട്ടുള്ള പോലെ. യു സെഡ് യു ഹാഡ് കം ഫോർ എ ട്രിപ്പ് വിത്ത് യുവർ ഫ്രണ്ട്സിലെ. അപ്പൊ വന്നിട്ടുണ്ടാവും. നോ. ഇതൊരുമാതിരി ഒരു ദേജാവു ഫീല്. I think I came here in 2006, 2007 after college with friends. We just drove to the peak and went back. വേഗം കുടിക്ക്. 8 മണി കഴിഞ്ഞാൽ കോടമഞ്ഞിറങ്ങുന്നല്ലേ പറഞ്ഞത്. താനു എവിടെ? ഇത് അവൾ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. താനോ സാറേ, ഒരു മിനിറ്റ് ഒന്ന് വരുമോ? പോയി നോക്കാം. എന്തു പറ്റി? ഡാഡി, അത് സാറേ, മോളെ സാധനം വെച്ച കൂട്ടത്തില് ചാവി അകത്ത് വെച്ചിട്ട് അടച്ചു. എന്താ തനു ഇത്? നിനക്ക് അറിഞ്ഞൂടെ സെൻട്രൽ ലോക്കായി പോകുന്ന? അത് സാറേ ഇപ്പൊ തുറക്കാൻ പറ്റത്തില്ലേ? അതങ്ങനെ അവിടെയാണെങ്കിൽ കണ്ണാടി പൊട്ടിച്ചെങ്കിലും എടുക്കാം. ഇതിപ്പോ ഡിക്കിക്കകത്തായി പോയില്ലേ? സാറേ, വർഷാപ്പുണ്ട്, കുറച്ച് ദൂരെയാണ്. വിളിക്കട്ടെ? വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വന്നിട്ട് കാര്യമില്ല. ഇതിപ്പോ സർവീസ് സ്റ്റേഷനിൽ തന്നെ ആള് വരണം. എന്താ തനു? അവളടുത്ത് ദേഷ്യം കാണിക്കണ്ട, അറിയാതെ ചെയ്തായിരിക്കില്ലേ. നമുക്ക് അകത്ത് പോവാം. ഐ എം സോറി കേട്ടോ, ഞാൻ പെട്ടെന്ന്. അത് കുഴപ്പമില്ല സാറേ. സർവീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു കേട്ടോ. ഹലോ, യാ സ്കോഡ. ദിസ് മഹേഷ് നാരായണൻ. എന്നാ ഉണ്ട്? എന്നാ പറയാനാണ് പോയി, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു.
2 ചായടെ. അതാരാടാ പുതിയൊരാള്? ഒന്നും പറയണ്ട, ഒരു വഴിപോക്കം കയറിയതാണ്. അവന് തിന്നാനും കുടിക്കാനും വല്ല വേണോ ചോദിക്കും. അണ്ണൻ കണ്ടേയില്ലേ, നല്ല ഉറക്കത്തില്ല. ഞാൻ 1-2 തവണ തട്ടിമുട്ടി നോക്കി, ഒരു രക്ഷയില്ല. എന്തൊരു ജന്മോടോ. എനിക്കറിഞ്ഞൂടെ. ഒച്ചുണ്ടാന്ന് നോക്കണം. കഴിച്ചിട്ട് തുപ്പുന്നില്ല നല്ലതല്ലേ? ആശാന സ്ഥലം എത്തുന്നതോറും പേടി കൂടിക്കൂടി വരിക. എടാ അവൻ തട്ടൂന്ന് പറഞ്ഞതേ പട്ടിയും പൂച്ചയൊന്നും അല്ല, ആടിനെയാ. തട്ടിയാ നിസ്സാര കാര്യമല്ല, കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അവിടെ നിന്ന് ഇതുവരെ യാത്ര ചെയ്ത് വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ല. ഇനിയും നമ്മുടെ വണ്ടിയിൽ മുമ്പ് ഒരുത്തനും ചാടാൻ പോകുന്നില്ല. ആശാൻ ധൈര്യമായിട്ടിരി. പോട്ടെ, സാരില്ല കേട്ടോ. ഡാഡി അപ്പോഴത്തെ ദേശത്ത് പറഞ്ഞല്ലേ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. എൻ്റെ നമ്പർ കൊടുത്താൽ മതി. യാ താങ്ക്സ്, ബൈ. എന്തായി? മോളെന്തി? അവളകത്താ ചേച്ചിയുടെ ഉണ്ട്. നമ്മുടെ കാര്യം എന്തായി? സർവീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി വരണമെങ്കിൽ വർക്കിംഗ് അവേഴ്സിൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ശബ്ദ ഡോക്ടറെ വിളിച്ചു. ഡ്രൈവർ വണ്ടി വിടാന്നാ പറഞ്ഞ, പക്ഷെ വണ്ടിക്ക് വരുമ്പോഴത്തേക്ക് നേരം വെളുക്കും. അയ്യോ, സോ വാട്ട് ഡു വി ഡു? എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുക? 2 ചോയ്സ് ഉണ്ട്. ഒന്നിലൊരു ടാക്സി എടുത്ത് ഇവിടുന്ന് പോവാം, ഇല്ലെങ്കിൽ ഡോക്ടറുടെ വണ്ടി വരുന്നവരെ ഇവിടെയൊക്കെ തന്നെ നിൽക്കണം. സാറേ ടാക്സി ഇവിടെ കിട്ടൂല, ടൗണിൽ പോകണം. അതുകൊണ്ട് ടാക്സി ഇവിടെ ഓടി വരണമെങ്കിൽ 2 മണിക്കൂർ കഴിയും. ഞാൻ പറഞ്ഞതേ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നേരം വിളിക്കും. അതൊരു ഇവിടെ നിൽക്കണല്ലേ നല്ലത്. അല്ല, ഞാൻ പറയുന്ന ഞങ്ങൾ വേണേൽ റൂം എടുക്കാം, ഒരു ഓട്ടോ അറേഞ്ച് ചെയ്യാൻ പറ്റും. കുഗ്രാമമാണ്, ഇവിടെ ഓട്ടയൊന്നും ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നേരം പുലരുന്നവരെ സമയം തള്ളി നിൽക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള സൗകര്യങ്ങൾ എവിടെയുണ്ട്? എൻ്റെ ഇവിടെയാണ് സാറേ. സാർ അങ്ങോട്ട് വാ. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഇല്ലെന്ന് ഒരു ബുദ്ധിമുട്ടില്ല. കൂടുതലൊന്നും ആലോചിക്കണ്ട, ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് പോവാം. വരൂ. വാട്സേ യാ, അങ്ങോട്ട് പോകും സാർ. സോറി കണ്ണ. പോട്ടെ കേട്ടോ, ടേക്ക് ബാക്ക്. എങ്ങനെയായാലും ഒരു 4 മണിക്കൂർ കൂടുതലായി കാണും. എനിക്കാണെങ്കിൽ തോട് കഴിച്ചിട്ട് പാടില്ല. എടാ അനക്കല്ലേ, നീ തൽക്കാലം അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഇവൻ ഉറങ്ങുന്ന ഒരു കണക്കിന് സമാധാനം. വരാറായിട്ടാ. ഹലോ. ഇല്ല, എനിക്ക് ഒട്ടും റേഞ്ച് ഇല്ലാത്തടത്താണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് ബ്രേക്കിംഗ്. ഹലോ. നോ വാട്സപ്പ് കിട്ടില്ല, എനിക്ക് തീരെ നെറ്റ്വർക്ക് ഇല്ല. ഞാൻ തീരെ റേഞ്ച് ഇല്ലാത്ത ഒരിടത്താണ്. ഹലോ, ലെറ്റ് മീ സീ. ഞാൻ ഐ എം ജസ്റ്റ് വാക്കിംഗ്. എവിടെയെങ്കിലും നെറ്റ്വർക്ക് കിട്ടുമോ നോക്കട്ടെ. ഹോൾഡ്. ഹലോ, ക്യാൻ യു ഹിയർ മീ നൗ? കേൾക്കാവോ? ഹലോ. ഇല്ല, കേൾക്കാവോ? നോ ഐ വിൽ ബി ദേർ ഓൺലി ഇൻ ദ മോർണിംഗ്. ഒന്ന് വരൂ. മോനെ കണ്ട ഡോക്ടറെ, മോനെ കണ്ട. വഴിയൊന്നും തെറ്റിപ്പോയി, ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? എൻ്റെ മകനെ കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ? ഇന്നലെ എന്നെ കാണാൻ വന്ന ആളല്ലേ? അവനെ കണ്ടുപിടിച്ച് തരാൻ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല.
ഏഞ്ചൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെ ആരും കാണില്ല. ഇതാണ് ഞാനെന്ന് പറഞ്ഞ കൊച്ചു മാജിക്. ഇപ്പൊ ഏഞ്ചൽ നിൽക്കുന്നതേ എന്റെ സ്വപ്നത്തിന്റെ ഉള്ളിലാ. ഇവിടെ നമ്മൾ മനസ്സ് വെക്കാതെ വേറെ ആരും വരില്ല. ശരിക്കും ഇനി ഞാൻ നിന്നെ ഞെട്ടിക്കാൻ പോവാ. ഇവിടെ വേറെ ആരുണ്ടല്ലോ? ഞാൻ ഏഞ്ചൽ എടുത്ത് പറഞ്ഞ കാര്യങ്ങള് താൻ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? സത്യം പറ ഏഞ്ചൽ. മഹേഷ്, സാറേ മഹേഷ്, get up. മഹേഷ്, സാറേ say something.